നരേന്ദ്രമോദിയുടെ നന്മയുടെ ഭരണം കേരളത്തിലേക്കും പടരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതിന് നിലമ്പൂരിലെ ജനങ്ങൾ യോഗ്യമായ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജനയെ കേരളം അട്ടിമറിച്ചത് കൊലപാതകത്തിന് സമാനമായ ക്രൂരതയാണെന്നും അദ്ദേഹം വിമർശിച്ചു. നിലമ്പൂരിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ കോടതിപ്പടിയിലെ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് വോട്ടഭ്യർത്ഥിച്ചുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ നന്മയുടെ ഭരണം കേരളത്തിലും പടരുമെന്നും അതിന് നിലമ്പൂരിലെ ജനങ്ങൾ യോഗ്യമായ തീരുമാനം കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 11 വർഷം മുമ്പ് തുടങ്ങിവെച്ച നന്മയുടെ ഭരണം അത് കേരളത്തിലേക്ക് പടരും. ബാഡ്ജിങ്ങിന്റെ പേരിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ സാധാരണക്കാർക്ക് അർഹിക്കുന്ന ആനുകൂല്യം സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കിയതായും അത് കൊലപാതകത്തിന് സമാനമായ ക്രൂരതയാണെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. എങ്ങനെയാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്ത അവസ്ഥയാക്കുന്നത്? അത് ആശാ വർക്കർമാരുടെ കാര്യത്തിലായാലും ശരി തന്നെ. പ്രധാനമന്ത്രി ആവാസ് യോജനയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രത്യേകം ചട്ടം കെട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് കേരളത്തിൽ ഇത്രയധികം ആവശ്യം വളർന്നുകൊണ്ടിരിക്കുന്നത്, നൽകൽ വളരെ ശോഷിച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? വകുപ്പ് സെക്രട്ടറി ഒരു സ്ത്രീയാണ്, IAS-കാരിയാണ്. മുഖത്തടിച്ച മാതിരി പറഞ്ഞത് അത് ഞങ്ങൾക്ക് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരാത്ത ഒരു പദ്ധതിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്നത് PMAY എന്ന് പറയുന്ന ഒരു മുദ്ര അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ ചാർത്താൻ സാധിക്കില്ല. അത് ഞങ്ങളുടെ മലയാളി അങ്ങനെ ഒരു ഉപഭോക്താവിന്, അത് ഗുണപ്പെടുന്ന ഒരാളിന് അത് വലിയ മാനക്കേടാണ്, കുറച്ചിലാണ്. അതുകൊണ്ട് അത് സാധിക്കില്ല. PMAY എന്ന് എഴുതി വെക്കാൻ സാധിക്കില്ല. നമുക്കിതൊരു സോഷ്യൽ ഓഡിറ്റാണ്. ഒരു സ്കീമിലൂടെ രാജ്യത്തെ പൗരന്മാർ നൽകിയ ചുങ്കപ്പണം ഒരു പൂളിലേക്ക് വന്ന് അതിന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തി വരുന്നതിൽ PMAYക്ക് ഇത്ര കോടി, ഇത്ര ആയിരം, ഇത്ര ലക്ഷം കോടി കൊണ്ട് എവിടൊക്കെയാണ് ആ വീടുകൾ ഉണ്ടായതെന്ന് പറയുന്നതിന്റെ ഓഡിറ്റ് എലമെന്റ് ആണത്. അത് ചെയ്തേ മതിയാവും. മോഹൻ ജോർജ് MLA ആയാൽ നിലമ്പൂരിൽ സർക്കാർ കോളേജ് വരുമെന്ന് താൻ ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനും കേന്ദ്രമന്ത്രിക്കും ഹാരാർപ്പണം നടത്തി. മുതിർന്ന BJP നേതാവായ PK കൃഷ്ണദാസ്, S സുരേഷ്, ഷോൺ ജോർജ്, നവ്യ ഹരിദാസ്, അനൂപ് ആന്റണി തുടങ്ങിയവരും NDAയുടെ വിവിധ ഘടകകക്ഷി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. ജനം, നിലമ്പൂർ.